Hello friends, welcome back to Venita the Fusion Paradise. ഇന്ന് നമ്മൾ ചോറിന് പറ്റിയ അടിപൊളി ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. ഉള്ളി വെച്ചിട്ട് ഒരു തീയൽ. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. നമുക്ക് ഇതുണ്ടെങ്കിൽ ചോറിന് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. നമുക്ക് ഇത് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ മതി. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണേ. ഇനി ഞാൻ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്ര ഉള്ളിയാണോ എടുക്കുന്നത് അതനുസരിച്ച് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുക. ഞാനിവിടെ ഒരു 20-25ഓളം ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇതിനി നമുക്ക് ചെറുതായിട്ട് 2-3 പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂണോളം ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഉള്ളി അരിഞ്ഞതാണിത്. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത്. ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞാൽ മതി, ഇതിലും ചെറുതാക്കേണ്ട ആവശ്യമില്ല. അതിലേക്ക് ഒരു 2 പച്ചമുളക് നടുവേ പൊളന്നതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ എല്ലാ ഉള്ളിയും നമുക്കൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇത്രയും പോരാ, കുറച്ചും കൂടി ഒന്ന് നമുക്കൊരു മെറൂൺ കളർ അല്ലെങ്കിൽ ഡാർക്ക് കളർ ആകുന്നിടം വരെ നമ്മളതൊന്ന് ഇളക്കി കൊടുക്കണം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുക്കുന്നത് ഈ സ്റ്റേജിൽ നമുക്ക് ഉള്ളി പെട്ടെന്ന് തന്നെ വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഉള്ളിയെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു കളർ ആവുമ്പോൾ എല്ലാ ഉള്ളിയും ഈ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു ചെറിയ ഒരു നാരങ്ങയുടെ സൈസിലുള്ള പുളി എടുത്തിട്ടുണ്ട്. ഈ പുളി നമുക്ക് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കേണ്ടതാണ്. ഈ ഒരു വലുപ്പത്തിൽ എടുത്താൽ മതിയാവും. അതിലേക്ക് 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ പുളി വാളൻപുളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിനി വെള്ളത്തിലേക്ക് നമുക്ക് നന്നായിട്ട് കലക്കി വെക്കണം. സ്പൂൺ കൊണ്ട് കലക്കാമെങ്കിൽ അങ്ങനെ, കൈ കൊണ്ടാണെങ്കിൽ നന്നായിട്ട് ഇളക്കി വെക്കുക. അതൊരു 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിനി തേങ്ങ വറുത്തെടുക്കുകയാണ് വേണ്ടത്. ഞാൻ 1 കപ്പ് ചിരവിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എടുത്ത ഉള്ളിയുടെ അളവനുസരിച്ചാണ് ഞാനിവിടെ 1 കപ്പ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എത്ര ഉള്ളിയാണോ നിങ്ങൾ കറി വയ്ക്കാൻ എടുക്കുന്നത് അതനുസരിച്ച് തേങ്ങയുടെ അളവും കൂടെ ചേഞ്ച് ചെയ്തോളുക. ഇതിന് നമ്മൾ ഒട്ടും തീ കൂട്ടി വെക്കരുത്. തേങ്ങ നമ്മൾ വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒട്ടും തീ കൂട്ടി വെക്കില്ല. ഇത് തീ കൂട്ടി വെച്ചാൽ അടിയിലുള്ളത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. നമ്മൾ ഒരേ തീയിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും വേണം. ഇളക്കി കൊടുക്കാതിരുന്നാലും കരിഞ്ഞു പോകും. നമുക്കിതെല്ലാ തേങ്ങയുടെ പീസസും ഒരേപോലെ ഫ്രൈ ആയി വരികയാണ് വേണ്ടത്. ഒരേ കളറിൽ എല്ലാ പീസസും വരണം. ഇപ്പോൾ നമ്മുടേത് ഒരുവിധം കുറേ ഭാഗങ്ങൾ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള വൈറ്റ് പോർഷനും കൂടെ നമുക്ക് വറുത്തെടുക്കണം. ഇപ്പോൾ ഏകദേശം എല്ലാം തന്നെ നന്നായിട്ട് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് വരെയെങ്കിലും നമ്മൾ തേങ്ങ വറുത്തെടുക്കണം. ഇനി അതിലേക്കുള്ള പൊടികളാണ്. മല്ലിപ്പൊടി ഒരു 3 ടീസ്പൂൺ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് ചില്ലി പൗഡറാണ്. ഞാനിവിടെ 2 ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളത് എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികൾ ഈ തേങ്ങയിൽ കിടന്നിട്ട് അത് നല്ല ഒരു സ്മെല്ല് വരും. നന്നായിട്ട് അത് ഫ്രൈ ആയതിൻ്റെ ഒരു സ്മെല്ല് വരും. ആ ഒരു സ്മെല്ല് വരുന്നിടം വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതും തീ കുറച്ചിട്ട് മാത്രമേ നമ്മൾ ഇളക്കി കൊടുക്കാവുള്ളൂ. ഇപ്പം നല്ല സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് ഇത് പതുക്കെ ഓഫ് ചെയ്യാണ്. ഇനി ഇത് തണുക്കാൻ വെക്കണം. നമുക്കിത് തണുത്തതിന് ശേഷം വേണം ഇതൊന്ന് അരച്ചെടുക്കാൻ. ഇപ്പോൾ ഞാനത് ഒരു ഗ്രൈൻഡർ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനി നമുക്ക് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. നിങ്ങൾ മാക്സിമം വെള്ളം ചേർക്കാതെ അരയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇൻ കേസ് അങ്ങനെ നന്നായിട്ട് അരഞ്ഞു വരുന്നില്ല എങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരിയില്ലാതെ തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്.
ഇത് നിങ്ങൾ അരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കുമ്പോൾ മാത്രമാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി നമുക്ക് വെക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി നമുക്ക് ഇത് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉള്ളിയിൽ നമ്മുടെ മിക്സ് എല്ലാം നന്നായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിയുടെ വെള്ളമാണ്. അത് നമ്മൾ 1 കപ്പാണ് പിഴിഞ്ഞ് വെച്ചിട്ടുള്ളത്. അതിൽ നിന്ന് നമ്മൾ ഒരു 1/4 ഭാഗത്തോളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതലായിട്ട് പുളിയുടെ ആവശ്യം തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ബാക്കി കൂടെ ചേർത്താൽ മതി. ഞാനിപ്പോൾ ആ 1 കപ്പ് എടുത്തതിൽ കംപ്ലീറ്റ് ഒഴിച്ചിട്ടില്ല, ഒരു 1/4 ഭാഗം വെച്ചാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ഇനി പുളി ഇത്തിരി കൂടി വേണമെന്നുണ്ടെങ്കിൽ അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, നമ്മൾ ആദ്യമേ ഉള്ളി വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതനുസരിച്ച് ബാക്കി ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് ബാക്കി ഉപ്പും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയാണ്, അപ്പോൾ അതിലേക്ക് നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കാരണം ഇത്രയും തിക്കായിട്ടല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി ലൂസായി പോവുകയും ചെയ്യരുത്. ലൂസായിട്ടുള്ള ഒരു ഗ്രേവി അല്ല ഇതിൻ്റേത്. വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളപ്പിക്കുക. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാനിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിങ്ങനെ കടുക് വറുത്തിടുമ്പോൾ പ്രത്യേകിച്ചൊരു ടേസ്റ്റാണ് അതിന് വരിക. ഇത് കടുക് വറുത്തതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉള്ളി തീയലിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന് മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കടുക് പൊട്ടിച്ചതെല്ലാം ഇട്ടിട്ടുണ്ട്. ഇതിന് നമ്മൾ സെർവ് ചെയ്യാൻ നേരം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ സെർവ് ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് വരും. നമ്മൾ ചിലർ ആദ്യമേ തന്നെ കടുക് പൊട്ടിച്ചിട്ട് ഇടാറുണ്ട് പല കറികൾക്കും. അതിനേലും ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിത്തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ ഉള്ളിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ചേഞ്ച് ചെയ്തോളുക. ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും പ്രിപ്പയർ ചെയ്തതിന് ശേഷം എനിക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങളെല്ലാവരും ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു.